ഗുഡ് മോർണിംഗ് ഓൾ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 29 ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. അതിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കും. അതെ, ദേശീയ കായിക ദിനം. ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29 നമ്മൾ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. മാനസിക വികസനത്തിനും കായിക വിദ്യാഭ്യാസത്തിനും അക്കാദമിക് പഠനവും സ്പോർട്സ് വിദ്യാഭ്യാസവും അവിഭാജ്യ ഘടകമാണ്. ആരോഗ്യമുള്ളതും ശക്തവുമായ ശരീരം സ്പോർട്സ് ഇല്ലാതെ സാധ്യമല്ല. സ്പോർട്സ് ഇല്ലാതെ വിദ്യാഭ്യാസം അപൂർണമാണ്. സ്റ്റുഡന്റ് ടീച്ചേഴ്സായി നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ഏതുമായിക്കൊള്ളട്ടെ, കുട്ടികളിൽ കായിക മൂല്യം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ കോളേജിലെ സ്പോർട്സ് ക്ലബ്ബ് നാഷണൽ സ്പോർട്സ് ഡേ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ആദ്യമായി ഒരു പ്രാർത്ഥനാ ഗീതത്തോടു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി നാച്ചുറൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആശയെ ക്ഷണിക്കുന്നു. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ നീ പ്രവാദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും. ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പാരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. താങ്ക് യു ആശ. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയും കോളേജിന്റെ അമരസ്ഥാനം വഹിക്കുന്നതുമായ പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ മാമിനെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. എത്രയും പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്കറിയാം കഴിഞ്ഞ 29, അതായത് ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ സ്പോർട്സിന്റെ പ്രാധാന്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, ആ ഒരു വാക്യത്തിൽ നിന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ശാരീരിക സൗഖ്യത്തിന്
എത്രത്തോളം സ്പോർട്സിന് പ്രാധാന്യമുണ്ട് എന്ന് നാം കാണേണ്ടതാണ്. നമുക്കൊരു സൗണ്ട് മൈൻഡ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ബോഡി സൗണ്ട് ആയിരിക്കണം. അങ്ങനെ ഒരു സൗണ്ട് ബോഡി നമുക്ക് വേണമെങ്കിൽ തീർച്ചയായും നല്ല എക്സസൈസുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിലും ആ ഒരു അവബോധം ഉണ്ടാകണം. പക്ഷേ ഇന്നത്തെ വിശേഷിച്ചും ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രശ്നം വരുന്നത് ഈ എക്സസൈസ് ഇല്ലായ്മയാണ്. അതിന് പ്രധാന കാരണം നമ്മുടെ ചുറ്റുപാടുകൾ തന്നെയാണ്. അതായത് നമ്മുടെ ജീവിതചര്യയും നമ്മുടെ ആവാസ വ്യവസ്ഥയും തന്നെയാണ്. കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇത്രയധികം കൂടിയ ഒരു സ്ഥലത്ത്, ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്ത് കുട്ടികൾക്ക് കളിക്കുന്നതിനോ അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല. അതൊരു പരിധിവരെ ലഭിച്ചിരുന്നത് കൊച്ചുകുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും സ്കൂളുകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുള്ള പ്ലേ ഗ്രൗണ്ടുകളിൽ നിന്നായിരുന്നു. എന്നാൽ 1.5 വർഷമായി നമുക്കിതെല്ലാം തന്നെ നമ്മുടെ കുട്ടികൾക്ക് അന്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ യോഗയെയും അതുപോലെ മറ്റ് സ്പോർട്സ് അല്ലെങ്കിൽ എക്സസൈസുകളെയും ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലെ നമ്മളുടെ ഇന്ത്യയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തിന് അടുപ്പിച്ച് നിൽക്കുന്ന ഇന്ത്യ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരുപക്ഷെ അതെല്ലാം തന്നെ നമ്മൾ സ്പോർട്സിന് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ കുറവായിരിക്കാം. അപ്പൊ അത്തരത്തിൽ ഉള്ള ആ ഒരു കുറവ് വരും കാലങ്ങളിലെങ്കിലും പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിന് നമ്മൾ ഓരോരുത്തരും, അധ്യാപകരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഭാഗമാകേണ്ടത്. കുട്ടികളുടെ എക്സസൈസിനെ കുറിച്ചും സ്പോർട്സിനെ കുറിച്ചും അവബോധമുണ്ടായി അത് തങ്ങളുടെ കുട്ടികളിൽ മാക്സിമം ഉണ്ടാക്കാനായിട്ട് ഉണ്ടാകട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. ഇതിന്റെ ഒരു ചുവടുവയ്പ് എന്ന നിലയിൽ പുതിയ കരിക്കുലം കൺസ്ട്രക്ഷനിൽ സ്പോർട്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോ വരും തലമുറയ്ക്ക് ഇത്തരത്തിൽ ഒരു നല്ല ഭാവി സ്പോർട്സ് ജീവിതം ഉണ്ടാകട്ടെ എന്നും അതിലൂടെ അവർക്ക് നല്ല ഒരു ബോഡി അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫിസിക് അവർക്ക് ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഭംഗിയായി ഇത് ആസൂത്രണം ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഉച്ച മാത്രമാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിച്ചത്. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സ്പോർട്സ് ക്ലബ് സെക്രട്ടറിയും ബാക്കി എല്ലാവരും യോജിച്ച് ഇത് വളരെ ഒരു ഭംഗിയാക്കുന്നതിന് ആ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്ത നിങ്ങൾ ഓരോരുത്തരെയും, അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും, പലർക്കും ചില പേഴ്സണൽ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിലും ഇതിനെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അധ്യാപകരെയും ഇതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അടുത്തതായി നമ്മുടെ ഇന്ന് കാണുന്ന ഇന്ത്യയിലെ കായിക രംഗം വളർന്നു വന്നത് നിരവധി സ്പോർട്സ് പേഴ്സൺസിന്റെ കൈകളിലൂടെയാണ്. അവരെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അടുത്തതായി ഫേമസ് സ്പോർട്സ് പേഴ്സൺസ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക് പ്രസന്റേഷന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയ സഹപാഠിയും കോളേജിലെ സ്പോർട്സ് ക്ലബ് സെക്രട്ടറിയുമായ സുമിത്തിനെ ക്ഷണിക്കുന്നു.
സ്ലൈഡ് കാണുന്നുണ്ടോ? കാണാം. കാണാം. ഗുഡ് മോർണിംഗ് ഓൾ. കായിക വിനോദം നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ വികസനത്തിന് കായിക വിനോദം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ദേശീയ കായിക ദിനത്തിന്റെ പ്രാധാന്യം രാജ്യത്ത് സ്പോർട്സിന്റെയും ഫിറ്റ്നസിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുക എന്നതാണ്. മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ദേശീയ കായിക ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ നമ്മുടെ കോളേജും ദേശീയ കായിക ദിനം ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രമുഖ കായിക താരങ്ങളെക്കുറിച്ചും 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചുമുള്ള സ്ലൈഡ് പ്രസന്റേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ഹോക്കി താരമാണ് ധ്യാൻചന്ദ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. 1905 ഓഗസ്റ്റ് 29 ധ്യാൻചന്ദ് ജനിച്ചത്. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 3 സ്വർണ്ണ മെഡലുകൾ നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച കായിക താരമാണ് ധ്യാൻചന്ദ്. ഹോക്കി മാന്ത്രികൻ, ഇന്ത്യൻ ഹോക്കിയുടെ വയോധികൻ എന്നീ പേരുകളിൽ പ്രശസ്തനാണ് അദ്ദേഹം. ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലഘട്ടമായി കരുതുന്നത് മേജർ ധ്യാൻചന്ദിന്റെ കാലഘട്ടമാണ്. ലോകത്തെ വിറപ്പിച്ച ജർമ്മനിയുടെ സ്വേച്ഛാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഇഷ്ട ഹോക്കി താരമായിരുന്നു ധ്യാൻചന്ദ്. 1956 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുകയുണ്ടായി. ഗോൾ ആണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ധ്യാൻചന്ദിനോടുള്ള ആദരസൂചകമായി 2012 ഓഗസ്റ്റ് 29 മുതൽ ദേശീയ കായിക ദിനമായി ആചരിച്ചു വരുന്നു. ഫേമസ് സ്പോർട്സ് ഫിഗേഴ്സ് ഇൻ ഇന്ത്യയാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ആദ്യമേ നോക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. മാസ്റ്റർ ബ്ലാസ്റ്റർ, ബോംബെ ബോംബർ എന്നീ പേരുകൾ അറിയപ്പെടുന്നു. 1973 ഏപ്രിൽ 24 മുംബൈയിൽ ജനനം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കൂടുതൽ റൺസ് നേടിയ താരം, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ താരമാണ് സച്ചിൻ. 2014 ഭാരതരത്ന ലഭിച്ച ആദ്യ കായിക താരം. 1998 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ. 1994 അർജുന അവാർഡ് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. സുനിൽ മനോഹർ ഗവാസ്കർ എന്നാണ് പൂർണ്ണനാമം. സണ്ണി, ലിറ്റിൽ മാസ്റ്റർ എന്നീ പേരുകൾ അറിയപ്പെടുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ താരം. സണ്ണി ഡേയ്സ്, വൺ ഡേ വണ്ടർ, സ്ട്രേറ്റ് ഡ്രൈവ്, ഐഡിയോൾസ് എന്നിവയാണ് പ്രധാന പുസ്തകങ്ങൾ. MS ധോണി, മഹേന്ദ്ര സിംഗ് ധോണി, റാഞ്ചി രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 2007 പ്രഥമ T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. 2011 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. 2007 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് അർഹനായി. 2020 ഓഗസ്റ്റ് 15 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. വിരാട് കോഹ്ലി റൺ മെഷീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. T20 ക്രിക്കറ്റിൽ 900 റൺസ് തികച്ച ആദ്യ ഇന്ത്യക്കാരൻ. ICCയുടെ ഏകദിന റാങ്കിൽ 1000 പോയിന്റിലധികം നേടുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഏകദിന ക്രിക്കറ്റിൽ 10,000 റൺസ് വളരെ വേഗം നേടിയ ഇന്ത്യൻ താരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ കൂടുതൽ ഡബിൾ സെഞ്ചുറികൾ നേടിയ താരമാണ് വിരാട് കോഹ്ലി. കപിൽ ദേവ് ഹരിയാന ഹറിക്കെയിൻ എന്നറിയപ്പെടുന്നു. 1983 ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ, ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ടാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. രോഹിത് ശർമ്മ ഹിറ്റ്മാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. ഏകദിനത്തിൽ 3 ഇരട്ട സെഞ്ചുറികൾ നേടിയ ഏകതാരം. ശ്രീലങ്കയ്ക്കെതിരെ നേടിയ 267 റൺസാണ് ഏറ്റവും വലിയ ഏകദിന വ്യക്തിഗത സ്കോർ. ഒരു ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ വ്യക്തി എന്ന റെക്കോർഡും ഇദ്ദേഹത്തിന് സ്വന്തം. സുനിൽ ഛേത്രി ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച താരം. നിലവിൽ കളിക്കുന്ന ഫുട്ബോൾ താരങ്ങളിൽ
ദേശീയ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ താരമാണ് സുനിൽ ഛേത്രി. 2019 പ്രഥമ ഫുട്ബോൾ രത്ന പുരസ്കാരം നേടിയത് സുനിൽ ഛേത്രിയാണ്. ബെയ്ചുങ് ഭൂട്ടിയ, സിക്കിമീസ് സ്നൈപ്പർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം. ഇന്ത്യൻ ഫുട്ബോളിന്റെ ദീപശിഖ വാഹകൻ എന്നറിയപ്പെടുന്നു. 1998 അർജുന അവാർഡ് ലഭിച്ചു. വിശ്വനാഥ് ആനന്ദ്, ലൈറ്റനിങ് കിഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. ലോക ചെസ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ. WWF ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായ വ്യക്തി. മൈൻഡ് മാസ്റ്റർ, വിന്നിംഗ് ലെസൺ ഫ്രം ചാമ്പ്യൻസ് ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. സാനിയ മിർസ, ലോക ടെന്നീസ് ഡബിൾസ് റാങ്കിൽ 1-ാം സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം. വേൾഡ് ടെന്നീസ് അസോസിയേഷന്റെ ആദ്യ 30 റാങ്കുകളിൽ വന്ന ആദ്യ ഇന്ത്യൻ വനിതാ ടെന്നീസ് താരം. 2015 ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചു. എയ്സ് എഗെയിൻസ്റ്റ് ഓഡ് എന്നത് സാനിയ മിർസയുടെ ആത്മകഥയാണ്. PV സിന്ധു, പ്രശസ്തയായ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം. 2016 റിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് PV സിന്ധു. സൈന നെഹ്വാൾ, ബാഡ്മിന്റൺ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് സൈന നെഹ്വാൾ. ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സൈന നെഹ്വാൾ. 2012 ലണ്ടൻ ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേടിയാണ് ഈ നേട്ടം കൈവരിച്ചത്. 2010 രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചു. മേരി കോം, മാഗ്നിഫിസന്റ് മേരി എന്നറിയപ്പെടുന്നു. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് മേരി കോം. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ബോക്സിംഗ് താരം. 2020 പത്മവിഭൂഷൺ നൽകി കേന്ദ്ര സർക്കാർ ആദരിച്ചു. അൺബ്രേക്കബിൾ ആത്മകഥ. അഭിനവ് ബിന്ദ്ര, ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് ഈ നേട്ടം കൈവരിച്ചത്. PT ഉഷ, പയോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ, ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കായിക താരം. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് PT ഉഷ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ കായിക താരമാണ് PT ഉഷ. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് ഈ നേട്ടം കൈവരിച്ചത്. 1983 അർജുന അവാർഡും 1985 പത്മശ്രീ പുരസ്കാരവും നൽകി കേന്ദ്ര സർക്കാർ PT ഉഷയെ ആദരിച്ചു. താങ്ക് യു. താങ്ക് യു സുമിത്. അടുത്തതായി ടോക്കിയോ ഒളിമ്പിക്സിലെ നമ്മുടെ ഇന്ത്യയുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് അറിയണ്ടേ? അതിനായി നമ്മുടെ പ്രിയ സഹപാഠിയായ അശ്വതി TJ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഹോക്കി മാന്ത്രികനായ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ഇന്ത്യ ഒട്ടാകെ ആചരിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രധാനമായും ഓർക്കേണ്ടത് 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ രാജ്യം നേടിയ നേട്ടങ്ങളാണ്. അതിന് മുന്നോടിയായിട്ട് ഞാനൊരു പ്രസന്റേഷൻ കാണിക്കുകയാണ്. ആദ്യത്തെ പ്രസന്റേഷൻ ടോക്കിയോ ഒളിമ്പിക്സിലെ 2021 പറഞ്ഞു. ടോക്കിയോ 2021 എല്ലാവർക്കും അറിയാം. 2020 ടോക്കിയോയിൽ വെച്ച് നടത്താനിരുന്ന ഒളിമ്പിക്സ് ആയിരുന്നു. COVID-19 എന്ന മഹാമാരി കാരണം അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ 2021 ഓഗസ്റ്റില് ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുകയുണ്ടായി. അതില് ഇന്ത്യക്ക് 48ാമത്തെ സ്ഥാനമാണ് ഉള്ളത്.
ഇപ്പൊ ലോകരാജ്യങ്ങളിൽ വെച്ചിട്ട് ഇന്ത്യ നമുക്കറിയാം ഒരു വികസിത രാജ്യമാണ്. 48ാമത്തെ സ്ഥാനമാണ്. 1-ാം സ്ഥാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും 2ാമത് ചൈനയ്ക്കുമായിരുന്നു. ഇന്ത്യക്ക് 48ാം സ്ഥാനമാണുള്ളത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇന്ത്യ മെഡൽസ് ഇൻ ഒളിമ്പിക്സ് ആണ്. അപ്പോൾ 48ാം സ്ഥാനമാണെങ്കിൽ നമുക്ക് അഭിനന്ദനാർഹമാണ്. അതായത് നമുക്ക് 7 മെഡൽസ് ഇന്ത്യക്ക് സ്വന്തമായി ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് അറിയാം മീരാഭായ് ചാനു, PV സിന്ധു, ലോനിന ബൊർഗെയിൻ, അതുപോലെ തന്നെ ബജ്രംഗ് പുനിയ, നീരജ് ചോപ്ര തുടങ്ങിയവർക്കായിരുന്നു 7 മെഡൽസ് കിട്ടിയിരുന്നത്. അപ്പോൾ നീരജ് ചോപ്ര ഇല്ലാത്ത ഇന്ത്യ ടോക്കിയോ ഒളിമ്പിക്സ് അല്ലേ? കാരണം വെച്ചാല് ഇന്ത്യക്ക് ടോക്കിയോ ഒളിമ്പിക്സില് സ്വർണ്ണ മെഡൽ നേടി തന്ന വ്യക്തിയായിരുന്നു നീരജ് ചോപ്ര. അപ്പോൾ അത് നമുക്ക് പ്രശംസനീയമാണ്. നെക്സ്റ്റ് സ്ലൈഡ്. നമുക്ക് ടോട്ടൽ 7 മെഡൽസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതില് കേരളത്തിൽ നിന്ന് പങ്കെടുത്ത 9 പേരാണ്. കേരളത്തിൽ നിന്നും ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് പോകാൻ അനുമതി കിട്ടിയിട്ടുള്ള 9 പേർക്കായിരുന്നു. പിന്നീടുള്ളത് വെച്ചാല് 26 പേരാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 26 പേരാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അതില് ഇന്ത്യക്ക് 1 ഗോൾഡും പിന്നെ 2 വെള്ളി മെഡൽസും അതുപോലെ തന്നെ 4 വെങ്കല മെഡൽസും ആണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് മൊത്തത്തിൽ 7 മെഡൽസ് ഇന്ത്യക്ക് സ്വന്തമെന്ന് പറയാനായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു അർച്ചനേജി. അപ്പോൾ ഇത്തരത്തില് ടോക്കിയോ ഒളിമ്പിക്സ് മത്സര വിവരണങ്ങൾ നോക്കിയാൽ അറിയാം 26 പേരോളം ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരങ്ങളിൽ പങ്കെടുത്തു. അതില് കേരളത്തിൽ നിന്ന് 9 പേരാണ്. അപ്പോൾ വാസ്തവത്തില് ഗോദവർമ്മ രാജ വിഭാവനം ചെയ്ത കായിക കേരളമാണ് നമ്മുടേത്. ഇന്ത്യൻ രാജ്യത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കാൾ കൂടുതൽ പ്രാധാന്യം കേരളത്തിലെ കായിക രംഗം നൽകുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. ഇതുപോലെ തന്നെ കേരളത്തിലും കുറച്ച് പരിമിതികളുണ്ട്. കേരളത്തിന് കുറച്ച് സ്പോർട്സിന് കുറച്ച് മുൻഗണന നൽകുന്നത് പോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതുപോലെ കായികത്തിന് മികവുകൾ നൽകിയാൽ തീർച്ചയായും അന്താരാഷ്ട്ര മത്സരങ്ങളില് മികച്ച റാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടുക തന്നെ ചെയ്യും എന്നാണ് പറയാനുള്ളത്. പിന്നീട് പറയാനായിട്ടുള്ളത് നിലവിലെ കായികരംഗം നേരിടുന്ന പ്രതിസന്ധികളാണ്. നമ്മൾ ടോക്കിയോ ഒളിമ്പിക്സിൽ നമുക്കറിയാം ഇത്രയും ലോകരാജ്യങ്ങളിൽ നമുക്ക് മത്സരിച്ചിട്ടും 48ാമത്തെ സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ കായികത്തിന് കുറേയധികം പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യം അത്തരത്തിലെ പ്രതിസന്ധികൾ ഉളവാക്കുന്നതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തത് പ്രോപ്പർ ഫിറ്റ്നസിന്റെ കുറവാണ്. നമുക്കറിയാം ഇന്ത്യ വികസിത രാജ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പോരായ്മകൾ നമുക്ക് കാണാം. അപ്പൊ പ്രോപ്പർ ഫിറ്റ്നസിന്റെ കുറവുകൾ നമ്മുടെ 2011 സെൻസസ് പ്രകാരം തന്നെ കുറവാണ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് പൊതുവെ കുറവാണ്. പിന്നീടുള്ളത് കായിക മത്സരങ്ങളുടെ പ്രാധാന്യം അറിയാതെ പ്രവർത്തിക്കുന്നത് മൂലമാണ്. പിന്നീട് വെച്ചാൽ പുവർ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. അടുത്ത വെച്ചാൽ വ്യവസ്ഥാപിതമായിട്ടുള്ള വർണ്ണ വിവേചനമാണ്. നമുക്കറിയാം സ്കൂളുകളിലൊക്കെ പഠനത്തില് കുറഞ്ഞ താല്പര്യം അല്ലെങ്കിൽ പിറകോട്ട് നിൽക്കുന്നവരുമാണ് കായിക രംഗത്ത് താല്പര്യം കാണിക്കുന്നത് എന്നൊരു തെറ്റായ ഒരു ധാരണയുണ്ട്. അപ്പൊ അത് മാറണം. ആ ഒരു ധാരണ മാറിയാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ കായിക രംഗങ്ങളിൽ കുറച്ചുകൂടെ മികവുകൾ പ്രകടിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. പിന്നീട് വെച്ചാല് ട്രെയിനിങ് ശരിയായ രീതിയിൽ നടപ്പാക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ്. പിന്നീട് വെച്ചാല് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന അനാവശ്യമായ ശിക്ഷാ നടപടികൾ കാരണം കുട്ടികൾ ആ രംഗത്തിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനൊരു പരിഹാര മാർഗങ്ങൾ വേണ്ടേ? പരിഹാര മാർഗങ്ങൾ എന്ന് വെച്ചാല് കായിക രംഗത്ത് ഇത്തരത്തിലുള്ള കുറേയധികം അഴിമതികൾ നടക്കാറുണ്ട്. നമ്മളെ കുറേയധികം കേൾക്കുന്നുണ്ട്. ആ അഴിമതികളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അതിന് അതോറിറ്റികൾ ശ്രമിച്ചാൽ കുറേയധികം പരിഹരിക്കാൻ കഴിയുന്നതാണ്. പിന്നീട് വെച്ചാല് ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുക. പല സ്കൂളുകളിലാവട്ടെ അല്ലെങ്കിൽ പല ഏതെങ്കിലും നമുക്കറിയാം ഏതെങ്കിലും ടൂർണമെന്റ് ഒക്കെ നടക്കുമ്പോൾ നമുക്കറിയാം ഇൻഫ്രാസ്ട്രക്ചർ കുറവായിരിക്കും. അപ്പൊ അതിനൊക്കെ ഒരു മെച്ചപ്പെടൽ ഉണ്ടാകണം. പിന്നെ വെച്ചാൽ പ്രൈമറി സ്കൂൾ തലം മുതൽക്ക് കുട്ടികൾക്ക് കൂടുതൽ അവബോധം നൽകുക. പ്രൈമറി തലം മുതൽ കുട്ടികൾ കായിക രംഗത്തിന്റെയും അല്ലെങ്കിൽ കായികത്തിന്റെ പ്രാധാന്യം അവരുടെ ആരോഗ്യത്തിനെ കുറിച്ചും ഒക്കെ ഒരു അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുള്ളൂ. പിന്നെ വെച്ചാൽ ജെൻഡർ ഇക്വാലിറ്റി കൈവരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിന്റെ പരിഹാരമായിട്ട് പറയാനുള്ളതാണ്.
ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ കേരളം ഉൾപ്പെടെ ഇന്ത്യ ഒട്ടാക്കുള്ള മികച്ച രാജ്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ വിജയം കൈവരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അപ്പോൾ നമുക്ക് മുന്നിലുള്ള കുട്ടികൾ നമ്മൾ ആദ്യമേ കായികത്തിന്റെ പ്രസക്തി എന്താണെന്നും അറിഞ്ഞിട്ട് നമുക്ക് മുന്നിലുള്ള കുട്ടികളെ കൂടുതൽ അവബോധം നൽകുകയും അവരോടൊപ്പം തന്നെ നിന്ന് പ്രോത്സാഹനം നൽകുകയും ഒക്കെ ചെയ്യുക. അങ്ങനെ പ്രോത്സാഹനം നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അശ്വതി. നാഷണൽ സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് നമ്മൾ നടത്തിയ ഈ പ്രോഗ്രാം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സുമിത്തിനെ ക്ഷണിക്കുന്നു. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നാഷണൽ സ്പോർട്സ് ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രോഗ്രാമിൽ നന്ദി പറയുക എന്നതാണ്. ആദ്യമായി ഈ പ്രോഗ്രാം നടത്തുവാൻ അവസരം തരുകയും സ്വാഗതം ആശംസിച്ച നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ മിസ്സിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ കോളേജിലെ അധ്യാപകരും അനധ്യാപകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാഷണൽ സ്പോർട്സ് ഡേയുമായി ബന്ധപ്പെട്ട് സ്ലൈഡ് പ്രസന്റ് ചെയ്ത മലയാളം ഡിപ്പാർട്ട്മെന്റിലെ അശ്വതി ടിജിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ അവതാരികയായ അമൃത എസ്, ഈശ്വര പ്രാർത്ഥന പാടി ആശാ സി, ഈ പ്രോഗ്രാം വൻ വിജയമാക്കി തീർക്കാൻ സഹായിച്ച കോളേജ് യൂണിയൻ ഭാരവാഹികൾ, ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥികളോടും കോളേജിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.